ഗസൽ സന്ധ്യ, അച്ഛനമ്മമാർക്കിത് ഹൃദയസന്ധ്യ. സന്ധ്യയുടെ നിശബ്ദതയെ താലോലിച്ച് കരുണാലയം അമ്മ വീട്ടിൽ സംഗീതം പെയ്തിറങ്ങി. നിരാലംബരായ അച്ഛനമ്മമാരുടെ മനസ്സിലേക്ക് ഗസലിന്റെ ഈണം മഴവിൽ പൂവായി വിരിഞ്ഞിറങ്ങി. വർഷങ്ങളുടെ ഭാരവും ഓർമ്മകളുടെ മേലാപ്പം ചുമന്ന ഹൃദയങ്ങൾക്ക് ഇത് പാട്ടുസന്ധ്യ മാത്രമായിരുന്നില്ല, ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. വാസിം വോയ്സ് മെഹഫിലിന്റെ ഫാദർ സേവറിയോസ് തോമസും യുവഗായിക അരുണിമയും ചേർന്നാണ് സംഗീത വിരുന്നൊരുക്കിയത്. ഗസൽ ഗാനങ്ങൾക്കൊപ്പം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും മൈലാഞ്ചി പാട്ടുകളും പഴയ സിനിമാ ഗാനങ്ങളും കോർത്തിണക്കി ഒരുക്കിയ പരിപാടി അച്ഛനമ്മമാരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർമഴ പകർന്നു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ എന്ന ഗാനത്തോടെയാണ് ഗസൽ സന്ധ്യ ആരംഭിച്ചത്. താനെ തിരിഞ്ഞും മറിഞ്ഞും, മാണിക്യമലരായ പൂവേ, നങ്കീരങ് ദോന നൻകീരാത്, നീ മധുപകരൂ മലർച്ചൊരിയൂ തുടങ്ങിയ പാട്ടുകളിലൂടെ 2.5 മണിക്കൂർ അമ്മ വീട് സംഗീത സാന്ദ്രമായി. താളത്തിനൊത്തു ചലിക്കുന്ന വിരലുകൾ, കണ്ണു നിറഞ്ഞു പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ. ചിലർ പാട്ടിനൊപ്പം നിശബ്ദമായി പ്രാർത്ഥിച്ചു, ചിലർ മറന്നുപോയ കാലങ്ങളിലേക്ക് മൃദുവായി തിരിഞ്ഞു. മാസ്മരിക സംഗീതത്തിന്റെ വശ്യത അവരുടെ ഒറ്റപ്പെടലിനെ പതിയെ മായ്ച്ചു കളഞ്ഞു. ആ നിമിഷത്തിൽ അവർ വൃദ്ധരല്ലായിരുന്നു, സംഗീതത്തിൽ മുങ്ങിയ കുട്ടി മനസ്സുകളായിരുന്നു. ബിന്ദുജ, ഹംസ, പി.ഡി. രമേശ്, ഹരി നൂറനാട് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ചെയർമാൻ അബ്ദുൾ അസീസ്, റംല ബേബി എന്നിവർ നേതൃത്വം നൽകി. പരിപാടി അവസാനിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും തെളിഞ്ഞത് ശാന്തമായൊരു പ്രകാശം. ഇത് ഞങ്ങളുടെ ഹൃദയത്തിന് നൽകിയ വലിയ സമ്മാനം എന്നായിരുന്നു ആ നിശബ്ദ നന്ദി. സംഗീതം മരുന്നാവുന്ന ഈ കാലത്ത് കരുണാലയം അമ്മ വീട്ടിൽ നടന്ന ഗസൽ സന്ധ്യ മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ച സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു മധുര സ്മരണയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കിടങ്ങന്നൂർ.